നമസ്കാരം. 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സംസ്ഥാനത്ത് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. അടിയുറച്ച വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായാണ് ഈ ദിനം വലിയ പെരുന്നാളായി ആഘോഷിക്കുന്നത്. എല്ലാവർക്കും 24ന്റെ ബലിപെരുന്നാൾ ആശംസകൾ. ഇന്ന് ജൂൺ 17 തിങ്കളാഴ്ചയാണ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. പാലക്കാട് തൃത്താലയിൽ SIA വാഹനമിടിച്ചു കേസിൽ രണ്ടാം പ്രതി പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. ഒറ്റപ്പാലം സ്വദേശി അജീഷാണ് തൃശൂരിൽ പിടിയിലായത്. പ്രതിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ SIയുടെ ശരീരത്തിലൂടെ വാഹനം ഇടിച്ചു കയറ്റി എന്നാണ് FIR. പരുക്കേറ്റ ഗ്രേഡ് SI PK ശശികുമാർ അപകടനില തരണം ചെയ്തു. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, ഇവർ എപ്പോഴാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്? അതുമാത്രമല്ല, കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇക്കാര്യം ചെയ്തത്, ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്? എന്തിനാണ് ഇവരിങ്ങനെ ചെയ്തത്? സ്മിത, ഇന്നലെ രാത്രിയിലാണ്, അതായത് അർദ്ധരാത്രിയിലാണ് അജീഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്തും. 1, 2 പ്രതികളായ അല്ലൻ, അഭിലാഷ്, അജീഷ് എന്നിവരെ ഇന്ന് ആലത്തൂർ കോടതിയിൽ പോലീസ് ഹാജരാക്കും. IPC 1860 പ്രകാരം കൊലപാതക ശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അസത്യം പറയൽ തുടങ്ങി 4 വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി SIയുടെ ശരീരത്തിലൂടെ വാഹനം ഇടിച്ചു കയറ്റിയതായാണ് ഈ കേസിലെ FIR-ൽ പറയുന്നത്. എന്തായാലും പരിക്കേറ്റ ഗ്രേഡ് SI PK ശശികുമാർ അപകടനില തരണം ചെയ്തു. ഇദ്ദേഹത്തിന്റെ കൈക്കും കാലിനും മുഖത്തുമാണ് പരിക്കേറ്റിരുന്നത്. ഈ കേസിന്റെ അന്വേഷണ ചുമതല നിലവിൽ ചാലിശ്ശേരി SHO K സതീഷ് കുമാറിനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ കേസിലെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇനി പോലീസിന് എന്തിനാണ് പ്രതികൾ ഈ രാത്രിയിൽ അവിടെ ഒത്തുകൂടിയിട്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുള്ള അന്വേഷണം ഇതിനോടകം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട്. സ്മിത, ശരി. നിഖിൽ പ്രമേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇവരുടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. രണ്ടാം പ്രതിയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്തത് പാലക്കാട് നിന്ന്. സംഭവത്തിൽ അറസ്റ്റിലായ മുഖ്യപ്രതി അലൻ അഭിലാഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആലത്തൂർ കോടതിയിലാണ് ഹാജരാക്കുക. കേസിന്റെ അന്വേഷണം ചാലിശ്ശേരി CIക്ക് കൈമാറിയിരുന്നു. ശനിയാഴ്ച രാത്രിയിലാണ് വാഹന പരിശോധനയ്ക്കിടെ ഗ്രേഡ് SI ശശികുമാറിനെ കാർ ഇടിപ്പിച്ചതിനു ശേഷം ഈ യുവാക്കൾ കടന്നുകളഞ്ഞത്. കാറിന്റെ നമ്പർ പരിശോധിച്ചാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത്. ഇന്ന് ബലിപെരുന്നാൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ആഘോഷമാണ് ബക്രീദ്. ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകൾ ഭേദിച്ച് വിശ്വസാഹോദര്യത്തിന്റെ വിളംബരമായി മാറുകയാണ് ഈദ് ആഘോഷം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബക്രീദ് അഥവാ ബലിപെരുന്നാളിന്റെ നിറവിലാണ് ലോകം. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ദിവസം. ഈദുൽ അദ്ഹ അഥവാ ആത്മസമർപ്പണത്തിന്റെ ആഘോഷമെന്നാണ് ബക്രീദ് അറിയപ്പെടുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ പ്രിയപുത്രൻ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ സ്മരണ പുതുക്കുന്ന ദിനമാണ് ബക്രീദ്. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിനെ ബലിയർപ്പിക്കണമെന്ന അള്ളാഹുവിന്റെ കൽപ്പനയോട് മനസ്സുപതറാതെയാണ് ഇബ്രാഹിം നബി പ്രതികരിച്ചത്. അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ ഭക്തി പ്രകടമാക്കിയ ഇബ്രാഹിമിനെ നാഥൻ ചേർത്തുപിടിച്ചതായാണ് വിശ്വാസം. ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകളില്ലാതെ മക്കയിൽ ഒരുമിക്കുന്ന വിശ്വാസികളുടെ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ. ഭക്തി നിർഭരമായ കൂട്ടായ്മകൾ ഒരുക്കി അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും പ്രതീകമായി മാറുകയാണ് ബക്രീദ്. എല്ലാവർക്കും 24ന്റെ ബക്രീദ് ആശംസകൾ. റിസർച്ച് ഡെസ്ക് 24. പ്രാർത്ഥനാ ചടങ്ങുകൾക്കൊപ്പം കുടുംബവും ഒന്നിച്ചുള്ള ആഘോഷ ദിനമാണ് വിശ്വാസികൾക്ക് പെരുന്നാൾ ദിനം. സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. അല്ലാഹു അക്ബർ, ത്യാഗം, സഹനം, സാഹോദര്യം എന്നീ മൂല്യങ്ങളുടെ സ്മരണയിലാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. മൈലാഞ്ചി അണിഞ്ഞ കൈകളും അത്തർ പൂശിയ പുത്തൻ വസ്ത്രങ്ങളും അണിഞ്ഞുള്ള ഈദ് നമസ്കാരമാണ് പെരുന്നാൾ ദിനത്തിൽ പ്രധാന പ്രാർത്ഥന കർമ്മം. പിന്നെ ഭക്ഷണമൊരുക്കലും എല്ലാവരും കൂടിയിരുന്ന് പങ്കിട്ട് കഴിക്കലും കളിച്ചിരി തമാശ വർത്തമാനങ്ങളും
പാട്ടുകളുമെല്ലാമായി പെരുന്നാളിൻ്റെ ആഘോഷ പൊലിമയിലേക്ക് ഓരോ കുടുംബവും കടക്കും. കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നു, പരസ്പരം സ്നേഹം പങ്കിടുന്നു. ഇതെല്ലാം ഓരോ പെരുന്നാൾ ദിനത്തെയും സവിശേഷമാക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി വാത്സല്യപുത്രൻ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയെറുക്കാൻ സന്നദ്ധനായതിൻ്റെ ത്യാഗസ്മരണയാണ്. ഈ പരീക്ഷണത്തിൽ വിജയിച്ച പ്രവാചകൻ ഇബ്രാഹിമിനെ നാഥൻ ചേർത്ത് പിടിച്ചു. ഈ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ബലിപെരുന്നാൾ ദിനവും. ഭാഷ, വർണ്ണ, വർഗ വിവേചനങ്ങളില്ലാതെ അതിർത്തികൾ താണ്ടി മക്കയിൽ ഒരുമിച്ച വിശ്വാസികളുടെ ഹജ്ജിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ. 24 മലപ്പുറം. ലോകത്ത് ശാന്തിയും സമാധാനവും പുലരുക എന്നതാണ് ഓരോ ബലിപെരുന്നാളും നൽകുന്ന സന്ദേശമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളോട് ഐക്യപ്പെടുന്നതായും സാദിഖ് അലി തങ്ങൾ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. സ്വന്തം അഭിമാനം പോലെ അവരുടെ അഭിമാനത്തിൻ്റെ പവിത്രത ഇതൊക്കെ കാത്തുസൂക്ഷിക്കുവാൻ മനുഷ്യ സമൂഹം തയ്യാറാകുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള സമാധാനവും ലോക സമാധാനവും ശാന്തിയും എല്ലാം പുലരുക എന്നുള്ള സന്ദേശമാണ് ബലിപെരുന്നാൾ ലോകത്തിന് നൽകുന്നത്. കുവൈത്തിൽ 2 ദിവസം മുമ്പ് ഉണ്ടായ തീപിടുത്തം, അത് നമ്മുടെ മലയാളികൾ തന്നെ 30ഓളം മലയാളികൾ തന്നെ അത് മൃത്യുവിനിരയായി. ഇന്ത്യക്കാരായ 40-40ലേറെ പേര്. അപ്പോൾ ആ ഒരു ദുഃഖം കൂടി ഇവിടെ നമുക്കുണ്ട്. അവരോട് അവരുടെ ആ ദുഃഖത്തിൽ കൂടി പങ്കുചേരുവാൻ ഈ അവസരം നമ്മൾ ഉപയോഗിക്കുക. ബലിപെരുന്നാൾ ആഘോഷത്തിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. 4000 വർഷം പഴക്കമുള്ള ത്യാഗോജ്വലമായ ചരിത്ര സംഭവത്തിന് വേദിയായത് മക്കയിലെ മിനയാണ്. ഹജ്ജ് കർമ്മങ്ങൾ പുരോഗമിക്കുമ്പോൾ ആ സംഭവം നടന്ന മിനായിൽ നിന്ന് ചരിത്രം ഓർത്തെടുക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി ജലീൽ കണ്ണമംഗലം. ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ബലിപെരുന്നാൾ ആഘോഷത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ ചരിത്ര സംഭവത്തിന് വേദിയായ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. മക്കയിലെ മിനായിലെ ജംറ. 4000 വർഷങ്ങൾ പിന്നിലേക്ക് പോകണം ഈ ചരിത്രം അറിയാം. പ്രവാചകനായ ഇബ്രാഹിം നബി അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ നബിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് ഈ ബലിപെരുന്നാളിന് പിന്നിലുള്ളത്. ഇബ്രാഹിം നബി തനിക്ക് ആറ്റുനോറ്റി കിട്ടിയ, ഏറെ കാലത്തിന് ശേഷം കിട്ടിയ മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി അറുക്കാൻ തയ്യാറാകുന്നു. ബലി നൽകാനായി മക്കയിൽ നിന്നും ഇസ്മായിലിനെയും കൊണ്ട് ഇബ്രാഹിം നബി മക്കയിലെ നിന്നും മിനയിലേക്കാണ് വരുന്നത്. അതായത് ഈ സ്ഥലത്തേക്ക് ബലി നൽകാൻ വരുമ്പോൾ ഈ സ്ഥലത്ത് വെച്ച് ജംറ ഭാഗത്ത് ഈ ജംറയ്ക്ക് സമീപത്ത് വെച്ച് ഇബ്ലീസ്, അതായത് പിശാച്, ഇബ്രാഹിം നബിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാച്ചിനെ ഇബ്രാഹിം നബി കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 3 സ്ഥലത്ത് വെച്ച്, അതായത് ഇതാണ് ജംറത്തുൽ അഖബ, ഇവിടെ വെച്ചും ജംറത്തുൽ ഉസ്ത എന്ന 2ാമത്തെ ജംറയിൽ വെച്ചും ആദ്യത്തെ ജംറയായ ജംറത്തുൽ ഊല, ഇങ്ങനെ 3 ജംറകളുടെ സമീപത്ത് വെച്ചും പിശാച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇബ്രാഹിം നബി എറിഞ്ഞു ഓടിക്കുന്നു. ഈ എറിഞ്ഞു ഓടിച്ചതിനെ സ്മരിച്ചുകൊണ്ടാണ് ഹജ്ജ് തീർത്ഥാടകർ ഹജ്ജ് വേളയിൽ കല്ലേർ കർമ്മം ഈ സ്ഥലങ്ങളിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബി കുറച്ചുകൂടി മുന്നോട്ട് പോയതിന് ശേഷമാണ് മകൻ ഇസ്മായിലിനെ ബലിയറുക്കാനായി കിടത്തുന്നത്. ഇബ്രാഹിം നബിയുടെ ത്യാഗ സന്നദ്ധത തിരിച്ചറിഞ്ഞ അള്ളാഹു ഇസ്മായിൽ നബിക്ക് പകരം ബലി നൽകാനായി മാലാഖ വഴി ഒരു ആടിനെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ആടിനെ ബലി നൽകിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അവിടെ നിന്ന് പിന്തിരിയുന്നത്. ഈ ആടിനെ അറുത്ത ഈ ബലി നൽകുന്നതിനെ സ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബലി അറുക്കുന്നതും ലോകം മുസ്ലിങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നതും. ഹജ്ജിന്റെ ഭാഗമായി 4 ദിവസമാണ് തീർത്ഥാടകർ മീനായിലെ ജംറകളിൽ കല്ലേർ കർമ്മം നിർവഹിക്കുന്നത്. മീനായിലെ ജംറയ്ക്ക് സമീപത്തു നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഇനി മറ്റ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏത് മണ്ഡലം നിലനിർത്തണം എന്നതിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇന്നുണ്ടാകും. 2 മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചവർ വരണാധികാരിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് സ്വീകരിച്ച് 14 ദിവസത്തിനകം ഒരു മണ്ഡലം രാജിവെക്കണം. ഇതാണ് വ്യവസ്ഥ. ഇതുപ്രകാരം തീരുമാനമെടുക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും പാർട്ടിയിലെ പൊതുവികാരവും കണക്കിലെടുത്ത് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ച് റായ്ബറേലി നിലനിർത്താനാണ് സാധ്യത. പാർട്ടിയുടെ തിരിച്ചുവരവിനും സഖ്യത്തിന്റെ മുന്നേറ്റത്തിനും രാഹുൽ റായ്ബറേലി നിലനിർത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധി ഒഴിയുന്ന മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷഹറിൽ തീപിടുത്തം.
സിക്കന്ദരാബാദിലെ മരുന്ന് ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. തീ നിയന്ത്രണ വിധേയമാണെന്ന് പോലീസ് അറിയിച്ചു. പൂർണ്ണമായി അണയ്ക്കുന്നതിന് ശ്രമം തുടരുകയാണ്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്, കീഴ്വായ്പൂർ സ്വദേശി സിജിൻ എബ്രഹാം എന്നിവരുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ സംസ്കാരവും ഇന്നുണ്ടാകും. വീടുകളിലെ പൊതുദർശനത്തിനു ശേഷം ഉച്ചയ്ക്ക് പള്ളിയിലാണ് സംസ്കാരം നടക്കുക. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ കണ്ടെടുത്തു. ചോദ്യപേപ്പർ ആവശ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 30 ലക്ഷം രൂപ മാഫിയയ്ക്ക് നൽകിയതായി സംശയിക്കുന്ന 6 പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളാണ് കണ്ടെത്തിയത്. ബന്ധപ്പെട്ട ബാങ്കുകളിൽ നിന്ന് അക്കൗണ്ട് ഉടമകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു. കേസിൽ ബീഹാർ സ്വദേശികളായ 4 ഉദ്യോഗാർത്ഥികളെയും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 13 പേരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പറുകൾക്കായി രക്ഷിതാക്കൾ 30 ലക്ഷത്തിലധികം രൂപ നൽകിയതായി ഉദ്യോഗാർത്ഥികൾ വെളിപ്പെടുത്തി. നീറ്റ് പരീക്ഷാ ഫലവിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പോക്സോ കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ ഇന്ന് CID ഓഫീസിൽ ഹാജരാകും. അന്വേഷണ സംഘം യെദ്യൂരപ്പയെ വിശദമായി ചോദ്യം ചെയ്യും. അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ യെദ്യൂരപ്പയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കേസിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇടപെടൽ ഉണ്ടായെന്നാണ് യെദ്യൂരപ്പയുടെ ആരോപണം. സഹായം ചോദിച്ച് അമ്മയോടൊപ്പം യെദ്യൂരപ്പയുടെ വീട്ടിലെത്തിയ പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് പരാതി. ലോക്കൽ പോലീസ് അന്വേഷിച്ചിരുന്ന കേസ് പിന്നീട് CIDക്ക് കൈമാറുകയായിരുന്നു. ഇന്ധനവില വർധനവിനെതിരെ കർണാടകയിൽ ഇന്ന് BJPയുടെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമുണ്ടാകും. ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. നികുതി വർധന പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര പറഞ്ഞു. കർണാടകയിലെ ഇന്ധനവില മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കുറവാണെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിച്ചു. ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ മൂന്നാം മോദി സർക്കാരിന് മുന്നിലുള്ള ആദ്യ പരീക്ഷയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കർ പദവിക്ക് അവകാശവാദം ഉന്നയിച്ച് TDP രംഗത്തുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയില്ലെങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 24-ന് ആരംഭിക്കാനിരിക്കെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പദവികൾ സംബന്ധിച്ച് ചർച്ചകൾ സജീവമാണ്. NDAയുടെ സഖ്യകക്ഷികളായ TDPയും JDUവും സ്പീക്കർ സ്ഥാനത്തിന് നേരത്തെ തന്നെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. JDU നിലപാട് മയപ്പെടുത്തിയെങ്കിലും TDP സ്പീക്കർ സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ നിർണായകമായ സ്പീക്കർ സ്ഥാനം വിട്ടുനൽകാതെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകി സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താനാണ് BJPയുടെ നീക്കം. ഇക്കാര്യത്തിൽ സമവായമുണ്ടാക്കാൻ ഈ മാസം 23-ന് NDA യോഗം ചേരും. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ TDP സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇത്തവണ പ്രതിപക്ഷത്തിന് നൽകണമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകുന്നതാണ് കീഴ്വഴക്കം. പ്രതിപക്ഷം ശുഷ്കമായിരുന്ന കഴിഞ്ഞ 2 സഭകളിലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഈ മാസം 24, 25 തീയതികളിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം 26-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. 24 ഡൽഹി. ട്രയൽ റണ്ണിന് സജ്ജമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഈ മാസം തന്നെ ട്രയൽ റൺ ആരംഭിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ആദ്യഘട്ടത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. കസ്റ്റംസ് അംഗീകാരം ലഭിച്ചതോടെ തുറമുഖത്തിലൂടെയുള്ള ചരക്ക് നീക്കവും നിയമവിധേയമായി. തുറമുഖം പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഏതാനും അനുമതികൾ കൂടി ഇനി ലഭിക്കാനുണ്ട്. ഒടുവിൽ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്ത് കണ്ടെയ്നറുകളുമായി കൂറ്റൻ ചരക്കുകപ്പൽ എത്തുകയാണ്. രാജ്യത്തെ തന്നെ ഒരേ ഒരു മദർ പോർട്ടായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രവർത്തനം ഓണത്തോടുകൂടി ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി ജൂലൈ ആദ്യവാരം തന്നെ
കൂറ്റൻ മദർഷിപ്പ് വിഴിഞ്ഞത്തെത്തുമെന്നാണ് അധികൃതർ പറയുന്നത്. കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ തുറമുഖ യാർഡിലേക്ക് ഇറക്കിയും കയറ്റിയും ട്രയൽ നടത്തും. നിലവിൽ ചരക്കു കയറ്റാത്ത കണ്ടെയ്നറുകൾ ബാർജിലെത്തിച്ച് തുറമുഖത്ത് സ്ഥാപിച്ച യാർഡ് ക്രെയിനുകളും ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞം തുറമുഖത്തെ കസ്റ്റംസ് പോർട്ടായി കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം അംഗീകരിച്ച് ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയത്. അതിൽ നമുക്ക് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ISPS എന്നുള്ള അന്താരാഷ്ട്ര തലത്തിലെ ഒരു ഷിപ്പിംഗ് കോഡ് നമുക്ക് ലഭിക്കാറുണ്ട്. അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് സ്ഥായിയായി നിലനിർത്തുവാനുള്ള നടപടികൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഒപ്പം കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കയറ്റുമതി ഇറക്കുമതി എന്നുള്ളത്, ചരക്കിൻ്റെ കയറ്റുമതി ഇറക്കുമതി ഇതോടുകൂടി നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൽ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇതിനു പുറമെ ചരക്ക് കപ്പലാണെങ്കിൽ പോലും ആ കപ്പലിൽ വന്നു ചേരുന്ന വ്യക്തികൾക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് നമുക്ക് നൽകേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ടുള്ളൊരു ചെക്ക് പോസ്റ്റ് നമുക്ക് അവിടെ സജ്ജീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെയും നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരികയാണ്. ഇതെല്ലാം തന്നെ ഏകദേശം ഒരു അന്തിമഘട്ടത്തിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓട്ടോമാറ്റിക്കും സെമി ഓട്ടോമാറ്റിക്കും ക്രെയിനുകളാണ് നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിൽ വിനിയോഗിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിന്റെ ഭാഗമായ പുലിമുട്ട്, കണ്ടെയ്നർ ബർത്ത്, കണ്ടെയ്നർ യാർഡ്, വൈദ്യുതി യൂണിറ്റുകൾ, പോർട്ട് ആക്സസ് റോഡ് തുടങ്ങിയവയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. തുറമുഖത്തെ ഡ്രഡ്ജിങ്ങും പൂർത്തിയാക്കി. ചൈനയിൽ നിന്ന് 7 കപ്പലുകളിലായി എത്തിച്ച 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും 24 യാർഡ് ക്രെയിനുകളും തുറമുഖത്ത് സ്ഥാപിച്ചു. ഏതാനും അനുമതികൾ കൂടി ലഭിച്ചാൽ തുറമുഖത്തിന് പ്രവർത്തനം ആരംഭിക്കാം. ഭീമൻ മദർഷിപ്പുകൾക്ക് എത്താൻ കഴിയുന്ന രാജ്യത്തെ ഒരേ ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. നിലവിൽ കൊളംബോ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിൽ ചെറുകപ്പലുകളിൽ ചരക്കെത്തിച്ച ശേഷമാണ് മദർഷിപ്പുകളിലേക്ക് കയറ്റുന്നത്. എന്നാൽ ഇനി മുതൽ കൊളംബോയിൽ പോകാതെ നേരിട്ട് കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖത്തിൽ ചരക്കെത്തിച്ച് മദർഷിപ്പിലേക്ക് കയറ്റാം. മദർഷിപ്പുകളിൽ നിന്ന് തിരിച്ച് ചെറുകപ്പലുകളിലേക്ക് ചരക്കുകൾ മാറ്റുകയും ചെയ്യാം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അങ്ങനെ രാജ്യത്തിന് അഭിമാനിക്കാൻ ഏറെയുണ്ട്. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. 7ാം വാർഷിക നിറവിൽ കൊച്ചി മെട്രോ. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇൻഫോ പാർക്ക് വരെയുള്ള ആദ്യഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കും. ഗതാഗതക്കുരുക്കിൽ പൊറുതിമുട്ടിയ കൊച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആകാശത്തു കൂടി ട്രെയിൻ ഓടിക്കാൻ ഒരു പദ്ധതി വിഭാവനം ചെയ്തത്. കൊച്ചി മെട്രോ. ഇത് നടപ്പാകുമോ, ഇതൊക്കെ ആളുകളെ പറ്റിക്കലല്ലേ എന്നൊക്കെ ആദ്യഘട്ടത്തിൽ ചോദ്യം വരുന്നെങ്കിലും 7 വർഷത്തിനിപ്പുറം ചരിത്രത്തിന്റെ ഭാഗമാണ് കൊച്ചി മെട്രോ. ജൂൺ 17 കൊച്ചി മെട്രോ ഭൂപടത്തിൽ ഇടം പിടിച്ചത്. ആലുവ മുതൽ പാലാരിവട്ടം വരെയായിരുന്നു ആദ്യ സർവീസ്. കഴിഞ്ഞ വർഷം തൃപ്പൂണിത്തുറ വരെ നീട്ടി. 28.4 കിലോമീറ്റർ പാതയും 25 സ്റ്റേഷനുകളുമുണ്ട് നിലവിൽ. 7ാം പിറന്നാൾ ആഘോഷമാക്കാൻ വിവിധ പരിപാടികളും കൊച്ചി മെട്രോ ആവിഷ്കരിച്ചിട്ടുണ്ട്. കല്ലൂർ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള 2ാം ഘട്ട പാതയുടെ നിർമ്മാണ കരാറും നൽകാനുള്ള ഒരുക്കത്തിലാണ് KMRL. ദിനംപ്രതി യാത്രികരുടെ എണ്ണം 1 ലക്ഷത്തിലേക്ക് അടുത്തിട്ടുണ്ട്. ട്രെയിൻ സർവീസ് ഏതാണ്ട് എല്ലാം കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എറണാകുളത്ത് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഇവിടുന്ന് 15 മിനിറ്റ് കൊണ്ട് എനിക്ക് സൗത്തിലേക്ക് എത്താൻ സാധിക്കും. ബസ്സിന് പോകുകയാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും എടുക്കും. ഇതേ വണ്ടി ഇവിടെ വെച്ചിട്ട് മെട്രോയിൽ കയറി പോകുകയും അതൊക്കെ നല്ല കാര്യങ്ങളാണ്. നമ്മൾ ബ്ലോക്കിലൊന്നും ഇല്ലാതെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുന്നുണ്ട്. ഞങ്ങളൊക്കെ സ്ഥിരം ഇപ്പോൾ മെട്രോ യാത്രക്കാരാണ്. ഈസിയാണ് ട്രാവൽ ചെയ്യാൻ. പിന്നെ മെയിനായിട്ടുള്ള എല്ലാ സ്പോട്ടിൻ്റെ അടുത്തൊരു മെട്രോ സ്റ്റേഷനുണ്ട്. അപ്പോൾ സൗകര്യമാണ്. അടുത്ത ഘട്ടത്തിലായുള്ള സ്റ്റേഷനുകൾക്ക് സ്ഥലം ഏറ്റെടുപ്പ് കഴിഞ്ഞു. 1957.5 കോടി രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ പങ്കാളിത്തമുള്ള 2ാം ഘട്ട മെട്രോ പാതയുടെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. 24 കൊച്ചി. വയനാട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന AI ഫെൻസിംഗ് പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്താൻ വനമന്ത്രി AK ശശീന്ദ്രൻ നേരിട്ടെത്തി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരം ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതി വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി പ്രതികരിച്ചു. കൽമതിലും ട്രെഞ്ചും ഹാങ്കിംഗ് ഫെൻസും മറികടന്നെത്തുന്ന വന്യമൃഗങ്ങൾ വയനാടിനെ വിറപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് 70 മീറ്റർ നീളത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ AI ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. പാമ്പ്ര ചേലിക്കൊല്ലിയിലാണ് നിർമ്മാണം. പദ്ധതി വിജയം കാണുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രതീക്ഷ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോഴത്തെ ഒരു പുതിയ മെത്തേഡാണ്.
അപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു ഏർലി വാണിംഗ് അലാറം ഉണ്ടാകും. നമുക്ക് ഇവിടുന്ന് അലാറം കിട്ടും, നാട്ടുകാർക്ക് കിട്ടും, റോഡിൽ അതിൻ്റെ ക്യാമറയുള്ളവർക്ക് കിട്ടും, നമ്മുടെ ഹെഡ് ഓഫീസിൽ കിട്ടും, ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടറിൽ കിട്ടും, DFOൻ്റെ ഓഫീസിലും കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടുന്ന് ആരും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് അവിടുന്ന് വിവരം കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ സിസ്റ്റം ഈ ആധുനിക സംവിധാനത്തിനനുസരിച്ച് സിസ്റ്റവും കുറച്ചും കൂടി സയൻറ്റിഫിക് ആക്കേണ്ടി വരും. ആനകൾ 50 മീറ്റർ അടുത്തെത്തുമ്പോൾ തന്നെ അപകട സിഗ്നൽ ലഭിക്കുമെന്നതാണ് പ്രത്യേകത. ആനയ്ക്ക് മറച്ചിടാൻ കഴിയാത്ത വിധം ഇലാസ്തികതയുള്ളതാണ് സംവിധാനം. 78 ലക്ഷം രൂപയാണ് 70 മീറ്റർ ഫെൻസിംഗിന്റെ ചെലവ്. നിർമ്മാണം പൂർത്തിയായാൽ കുങ്കിയാനകളെ ഇറക്കിയാകും ഫെൻസിന്റെ ക്ഷമത പരിശോധിക്കുക. 24 വയനാട്. SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് കേരള വിഷൻ ദൃശ്യ TV. പാലാ സെയിന്റ് തോമസ് കോളേജിൽ നടന്ന ചടങ്ങിൽ മാധ്യമരംഗത്തെ പ്രതിഭകളെയും ആദരിച്ചു. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 400-ലധികം വിദ്യാർത്ഥികളെയാണ് കേരള വിഷൻ ദൃശ്യ TVയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. പാലാ സെയിന്റ് തോമസ് കോളേജിൽ നടന്ന പരിപാടി ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ കമ്മീഷണർ ജ്യോതിഷ് മോഹൻ മുഖ്യാതിഥിയായി. വിദ്യാർത്ഥികൾക്ക് മെമന്റോയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. നിങ്ങൾ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീവിയേഷന്റെ പോയിന്റിലാണ് നിൽക്കുന്നത്. മാതാപിതാ, ഗുരു, ദൈവം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും പ്രാർത്ഥനയോടുകൂടി ഓർക്കുകയും ചെയ്യേണ്ടവരാണ് ഈ ചൊറിയുന്ന അമ്മമാരും അമ്മമാരും. ഇവർ ചൊറിഞ്ഞാൽ നമ്മൾ 2 സ്റ്റെപ്പ് ചാടുകയുള്ളൂ. ഇവരിങ്ങനെ കല്യാണത്തിന്റെ നൂലുകെട്ടിനും കാണുമ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. 24 ചീഫ് എഡിറ്റർ R. ശ്രീധരൻ നായർ മാധ്യമപ്രവർത്തകർക്കുള്ള പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു. ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ചില വഴികൾ, ചില രാജ്യവീഥികൾ തെളിയുമ്പോൾ ഒരിക്കലും നിങ്ങൾ അധോലോക സംഘങ്ങളും അധോലോക നായകന്മാരും വഴി തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് ചെളിക്കുണ്ടിലേക്ക് നിങ്ങൾ വീഴാതിരിക്കുക. ഒരിക്കൽ വീണുപോയാൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും മോചനമില്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. MLA-മാരായ മാണി സി കാപ്പൻ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എന്നിവർ ആശംസകൾ അറിയിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും ദൃശ്യ TV ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. 24 കോട്ടയം. യൂറോകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രിയയാണ് എതിരാളികൾ. ബെൽജിയവും ഇന്ന് ആദ്യ റൗണ്ട് പോരാട്ടത്തിനിറങ്ങും. ലോകകപ്പിനേക്കാൾ കടുപ്പം യൂറോ കപ്പ് എന്നാണ് ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പയുടെ പക്ഷം. 2000-ന് ശേഷം യൂറോപ്പിന്റെ ചാമ്പ്യൻ പട്ടം ഫ്രാൻസിന് നേടാനാവാത്തതായിരിക്കും എംബാപ്പയെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. 2018-ലെ ലോക ചാമ്പ്യന്മാരും 2022-ലെ റണ്ണറപ്പുകളുമായ ഫ്രാൻസ് തന്നെയാണ് ഇത്തവണ കിരീട സാധ്യതകളിൽ മുന്നിൽ. എംബാപ്പയ്ക്കൊപ്പം അന്റോയിൻ ഗ്രീസ്മാനും ഉസ്മാൻ ഡെംബേലയും എൻകോളോ കാന്റെയും കാമവിംഗയും ചൗമേനിയും ഉൾപ്പെടുന്ന ഫ്രാൻസിനെ പിടിച്ചുകെട്ടുക എതിരാളികൾക്ക് എളുപ്പമാകില്ല. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രിയയാണ് ഫ്രാൻസിന്റെ എതിരാളികൾ. അവസാനം ഏറ്റുമുട്ടിയ 10 മത്സരങ്ങളിൽ ഒരിക്കലേ ഓസ്ട്രിയയോട് ഫ്രാൻസ് തോറ്റിട്ടുള്ളൂ, അതും 2008-ൽ. രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം സ്ലോവാക്കിയെ നേരിടും. കെവിൻ ഡുബ്രൂയൻ നയിക്കുന്ന ബെൽജിയത്തിന്റെ സുവർണ തലമുറ ഇത്തവണയെങ്കിലും കിരീടം നേടാമെന്ന പ്രതീക്ഷയിലാണ്. സന്നാഹ മത്സരങ്ങളിലെ മിന്നും ഫോം ടൂർണമെന്റിലും ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ബെൽജിയം. വൈകിട്ട് 6:30 റൊമേനിയ യുക്രൈൻ പോരാട്ടവും ഇന്നുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. പത്തനംതിട്ട പന്തളം MC റോഡിൽ മാന്തുകയെ വാഹനാപകടം. ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 4 പേർക്ക് പരിക്ക്. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരമാണ്. ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഇത് എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? പരിക്കേറ്റവർ കാറിൽ ഉണ്ടായിരുന്നവരാണോ? അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് ഇപ്പോൾ? പൂർണ്ണമായി പരിക്കേറ്റവർ കാറിലുള്ളവർ തന്നെയാണ് സ്മിത. 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. ചെങ്ങന്നൂർ ബുധനൂർ സ്വദേശി
പ്രസന്നനും ഭാര്യ ജയയും 2 മക്കളും അടങ്ങുന്ന കുടുംബമായിരുന്നു ഇന്നലെ പുലർച്ചയോടുകൂടി എയർപോർട്ടിൽ നിന്ന്, തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. എന്തായാലും ആ മടങ്ങി വരുന്ന സമയത്താണ് കണ്ണൂരിൽ നിന്ന് വെട്ടുകല്ല് കയറ്റി വന്ന ലോറിയിൽ ഇടിക്കുന്നത്. എന്താണ് അപകട കാരണം, അവരുടെ ഭാഗത്താണ് തെറ്റ് എന്നതിനെ കുറിച്ചൊന്നും തന്നെ ഇപ്പോൾ വ്യക്തമായി വിവരം ലഭിക്കുന്നില്ല. പക്ഷേ ഇടിയുടെ ആഘാതത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിൽ പ്രസന്നന്റെയും ഭാര്യ ജയയുടെയും നില അല്പം ഗുരുതരമാണ് എന്നാണ് പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്നത്. ഇവരെ എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിൽ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കല്ലിശ്ശേരിയിൽ ആശുപത്രിയിലാണ് ഇവർ ഉള്ളതെന്നാണ് അറിയുന്നത്. എന്തായാലും ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെടാതിരിക്കാനായി രാത്രിയാണ് പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംഘം എത്തി അവിടെ നിന്ന് വാഹനങ്ങൾ മാറ്റിയിട്ടുണ്ട്. എന്നാൽ സ്ഥിരം അപകട മേഖലയാണ് ഈ MC റോഡും മാന്തുകയും വലിയ പ്രശ്നമാണ് ഈ മേഖലയിൽ നടക്കുന്നതെന്ന് നാട്ടുകാരും പറയുന്നു. സ്മിത. ശരി, ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് പ്രഭാതത്തിലുണ്ടായി വാഹനാപകടത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്, കീഴ്വായ്പൂർ സ്വദേശി സിബിൻ എബ്രഹാം എന്നിവരുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ സംസ്കാരവും ഇന്നുണ്ടാകും. വീടുകളിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് പള്ളിയിലാണ് സംസ്കാരം നടക്കുക. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടോബി, വിവരങ്ങൾ പറയും. പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ മൃതദേഹം ഇന്ന് വൈകുന്നേരം 2 മണിയോടുകൂടിയാണ് സംസ്കരിക്കുക. അതിനു മുന്നോടിയായി മോർച്ചറിയിൽ നിന്നും മൃതദേഹം ഇന്ന് രാവിലെ തന്നെ വീട്ടിലേക്ക് എത്തിക്കും. മാതാപിതാക്കൾ താമസിക്കുന്ന വാടക വീട്ടിലേക്കാണ് ആദ്യമേ എത്തിക്കുക. അതിനുശേഷം സ്റ്റെഫിൻ പണിതുകൊണ്ടിരുന്ന പാമ്പാടിയിലെ പുതിയ വീട്ടിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ വെച്ചായിരിക്കും പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുക. ഒപ്പം തന്നെ പൊതുദർശനവും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് പോകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുവൈറ്റിലെ തീപിടുത്തത്തിൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ തന്നെ വലിയ ദുഃഖത്തിലായിരുന്നു നാടും ഈ കുടുംബവും എല്ലാം തന്നെ. സഹോദരങ്ങളും വിദേശത്താണ് ഉണ്ടായിരുന്നത്. അവർ എത്താൻ വേണ്ടി എടുത്തൊരു സമയമാണ് ഈ ഒരു സംസ്കാരത്തിന്റെ കാലതാമസം ഉണ്ടായത്. എന്തായാലും ഇന്ന് 2 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ്. ടോബി ജോൺസണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. 3 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്നുണ്ടാവുക. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുകയാണ്. എല്ലാ വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ ആശംസകൾ.